വാഗമൺ, ഇടുക്കിയിലെ മറ്റൊരു കുഞ്ഞു സ്വർഗം. മഹേഷിന്റെ പ്രതികാരം സിനിമയിൽ പറയുന്നത് പോലെ ഇവിടുത്തെ കാറ്റിന് വല്ലാത്തൊരു പ്രത്യേകതയുണ്ട്. ഉച്ച സമയത്ത് പോലും കോട ഇറങ്ങുന്ന മലനിരകളുണ്ട് ഇവിടെ. ഒരിക്കൽ വന്നാൽ തിരികെ പോകാൻ തോന്നാത്ത വിധം വശ്യമായ എന്തോ ഒന്ന് ഇടുക്കി ഈ കുന്നിൻ ചെരുവുകളിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ ഞാൻ കണ്ട കാഴ്ചകളും പരിചയപ്പെട്ട മനുഷ്യരെയും കാണാൻ ഞാൻ നിങ്ങളെയും ക്ഷണിക്കുന്നു. വെൽക്കം ടു വാഗമൺ ഡയറീസ്. ഗൈസ്, നമ്മളപ്പം വാഗമൺ പോകുന്ന റൂട്ട് എത്തിയിട്ടുണ്ട്. ഒരു 10 കിലോമീറ്ററൂടെ കഴിഞ്ഞാൽ ഇപ്പോൾ വാഗമൺ എത്തും. അപ്പോൾ പോകുന്ന റൂട്ടിലെ സ്ഥലങ്ങളാണ് ഇതൊക്കെ. പുറകിൽ പാറയൊക്കെയാണ് ഫുള്ള്. പിന്നെ നമ്മൾ വന്നപ്പോഴത്തേനും ചെറിയൊരു മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ റെയിൻകോട്ട് ഇട്ട് സെറ്റ് ആയപ്പോഴത്തേനും മഴ പോയി. പിന്നെ ഇപ്പോൾ നല്ല വെയിലാണ് ആക്ച്വലി ക്ലൈമറ്റ്. ഒരു 10 കിലോമീറ്ററൂടെ കഴിഞ്ഞാൽ വാഗമൺ എത്തും. ഏകദേശം ഉച്ചയ്ക്ക് ഒരു 1 മണിയോട് കൂടിയാണ് ഞങ്ങൾ വാഗമൺ എത്തുന്നത്. പക്ഷെ ഇവിടുത്തെ ക്ലൈമറ്റ് ശരിക്കും ഞങ്ങൾ ഞെട്ടിച്ച് കളഞ്ഞു. ഉച്ച സമയത്ത് നല്ല തണുത്ത കാറ്റും നല്ല മഞ്ഞും ഉണ്ടായിരുന്നു. മൺസൂൺ സീസൺ ആയതുകൊണ്ട് തന്നെ മഴ ജസ്റ്റ് ഇങ്ങനെ പെയ്തും തോർന്നും നിൽക്കുന്നുണ്ടായിരുന്നു ചെറുതായിട്ട്. 2 വീലറിൽ വന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വാഗമണിനെ തൊട്ടറിയാൻ പറ്റി. ഇടുക്കിയുടെ മൊത്തം ബ്യൂട്ടി കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വാഗമണിലോട്ട് വന്നാൽ മതി. ചുറ്റും മലനിരകളും ഫുൾ പച്ചപ്പൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. നമുക്ക് മൈൻഡ് റിലീഫ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ദിവസം വന്ന് സ്റ്റേ അടിച്ച് അടിപൊളിയാണ് വാഗമൺ. നല്ല രസമാണ് ഇവിടെ. ഭയങ്കര ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. ഇത് ആക്ച്വലി സീസണൊന്നും അല്ല കേട്ടോ. ഡിസംബറിലാണ് ഇവിടുത്തെ സീസൺ വരുന്നത്. നല്ല ഫുഡും മഞ്ഞും അടിപൊളിയായിരിക്കും. ഉച്ചയ്ക്കൊക്കെ നല്ല മഞ്ഞായിരിക്കും. നമുക്ക് ഉച്ചയ്ക്കൊക്കെ വന്നാലും ഇവിടെ കോട കാണാൻ പറ്റും. പിന്നെ ഫുൾ 2 സൈഡിലും മെയിൻലി ഒരു സൈഡ് ഫുൾ നമുക്ക് കാണാൻ പറ്റുന്ന മലകളാണ്. ഫുൾ മലകളാണ്. ഒരു സൈഡ് മൊത്തം മലകളാണ് കാണുന്നത്. പിന്നെ ഇപ്പം സൈഡിലാണെന്നുണ്ടെങ്കിൽ പാറ. വേറെ ഒക്കെ മലയുടെ ഒരു ഭാഗമായിരിക്കും. അപ്പം അങ്ങനെ എഴുതരുത്. ഇവിടെ പോയിട്ടിരിക്കുകയാണ്. ചേട്ടാ കുടിക്കാനൊന്നുമില്ല ചേട്ടാ? ചായ, കട്ടൻ കാപ്പി, കട്ടൻ ചായ. ഒരു കട്ടൻ കാപ്പി വേണം കേട്ടോ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വഴിയരികിൽ ഒരു ചായക്കട കണ്ടു. ജസ്റ്റ് ഒരു കട്ടൻ കുടിക്കാന്ന് വെച്ചു. ഇത്രയും തണുപ്പത്തൊരു കട്ടൻ കുടിച്ചില്ലെങ്കിൽ എന്ത് ഫീലാണ് ഉള്ളത് അല്ലേ? അങ്ങനെ നമ്മൾ ഈ കടയിൽ തന്നെ നിർത്താനായിട്ടൊരു കാര്യം കൂടെ ഉണ്ട്. കടയുടെ പുറകിലായിട്ട് ചായ കുടിക്കാനായിട്ടൊരു സ്പേസ് ഉണ്ട്. അവിടെ നിന്ന് നോക്കുന്ന വാഗമണിന്റെ വ്യൂ, എൻ്റെ അമ്മ ഒരു രക്ഷയില്ല, മാരക വ്യൂ ആണ് കേട്ടോ. നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് കിട്ടിയിട്ടുണ്ട്. ബ്രെഡ് ഓംലെറ്റ് കഴിക്കാം. കൊള്ളാം. പിന്നെ നമ്മുടെ ഈ പുറകിൽ ഒരു ഒറ്റപ്പെട്ട വീട് കാണുന്നുണ്ട്. എന്താ സംഭവം എന്ന് അറിയത്തില്ല. ഒരൊറ്റ വീട് മാത്രമേ ഉള്ളൂ അവിടെ, വേറെ ഒരു വീടുമില്ല. പിന്നെ നമ്മൾ ഈ പുറകിൽ കാണുന്ന ഒരു വലിയ മലയില്ലേ, അത് ആക്ച്വലി കോട്ടയത്തെ ഇല്ലിക്കക്കല്ലാണ്. നമുക്കിവിടെ നിന്ന് അത് കാണാൻ പറ്റും. കോട്ടയത്തെ ഇല്ലിക്കക്കല്ലാണ്. ഇവിടെ കൂടെ പോകുന്നത് ഈരാറ്റുപേട്ടയാണ് ആ സൈഡ്. അപ്പം അതാണ് ഇല്ലിക്കക്കല്ല്. നമ്മളപ്പോൾ ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് വരുമ്പോൾ ഒരു അടിപൊളി സ്പോട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര രസമാണ്. മലയുടെ ചെറിയൊരു മണ്ടൊക്കെയാണെന്ന് തോന്നുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം എന്നാ അതിൻ്റെ മണ്ടയ്ക്കൊന്ന്. ഓക്കെ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ മലയുടെ മണ്ട കയറിയിട്ടുണ്ട്. ഭയങ്കര പാടായിരുന്നു. പക്ഷെ ഒന്നും പറ്റിയില്ല. ഞാൻ കരുതി വീഴുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നും പറ്റിയില്ല. നമുക്ക് ഭയങ്കര രസമുണ്ട് ഇവിടെ കാണാനായിട്ട്. അമ്മേ, നല്ലൊരു വ്യൂ പോയിന്റ് ആണെന്ന് തോന്നുന്നു. ഭയങ്കര ഭംഗി. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് കുഞ്ഞനെ കണ്ടു. ഈ നിൽക്കുന്ന ചേച്ചിയുടെ പട്ടിക്കുട്ടിയാണ് കുഞ്ഞൻ. പേര് അച്ചാമ്മ. അച്ചാമ്മ എന്നെ ഇവിടെ ഇവിടെ തൊഴിലുറപ്പിനൊക്കെ പോകുമ്പോ ചേച്ചിയുടെ പട്ടികളാണ് അത്? ഞങ്ങളുടെ പട്ടിയാ. ചേച്ചിയുടെ കൂടെ വരുമോ അപ്പൊ എല്ലായിടത്തും? ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടംപോലെ പട്ടിയുണ്ട്. 10-15 പട്ടിയുണ്ട്. പട്ടി വളർത്തുന്നുണ്ട്. ഒരാള് വെറ്റി കിടക്കുന്ന 7 കുഞ്ഞുങ്ങളുണ്ട്. 4 ആണും 2 പെണ്ണും.
ചേച്ചി വിൽക്കാൻ വേണ്ടിയാണോ അതോ? വിൽക്കല്ല, ഞങ്ങൾ വെറുതെ കൊടുക്കത്തേ ഉള്ളൂ. അതുങ്ങളുടെ ജീവൻ എവിടെ നിലനിൽക്കണം. നമുക്ക് ഉണ്ടായി പോയാൽ അതിനെ കളയാൻ പറ്റില്ല. കുഞ്ഞാ കുഞ്ഞാ കേട്ടില്ല. കുഞ്ഞമ്മ ബാ, ഓടി വാ, വാ, കം കം കം. കുഞ്ഞാ പോവാ, തിരിച്ചു പോവാ. ഇത് പെണ്ണി, കുഞ്ഞൻ, ഡോഡു. ഞങ്ങളുടെ പട്ടികളുടെ ഒക്കെ പേര് ഡോഡുന്ന്, കുഞ്ഞന്, പിന്നെ ഒരു മറിയക്കുട്ടിയുണ്ട്. ഇത് കുഞ്ഞൻ, ഇത് ചിന്നു, ഡോഡു, മറിയ. പഴക്കാളികളാണല്ലോ രണ്ടും. നമ്മൾ പോകുന്ന വഴിക്ക് യാദൃശ്ചികമായിട്ടാണ് കുഞ്ഞനെയും ടോട്ടൂനെയും പിന്നെ നമ്മുടെ സ്വന്തം ചേച്ചിയൊക്കെ കാണുന്നത്. ഈ ചേച്ചിക്ക് പട്ടികളോടാണെങ്കിലും പട്ടികൾക്ക് ചേച്ചിയോടാണെങ്കിലും ഭയങ്കര സ്നേഹമാണ്. ചേച്ചി എവിടെ പോയാലും ഇവന്മാർ കൂടെ ചാടി ഇറങ്ങും. പിന്നെ പോകുന്ന വഴിക്ക് ഇവന്മാർ ഭയങ്കര കുസൃതിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാന്തിയും കടിച്ചും ഒക്കെയാണ് റോഡിൽ കൂടെ നടക്കുന്നത്. നമ്മളങ്ങനെ പോകുന്ന വഴിക്ക് മഴ പെയ്തപ്പോഴത്തേനും റെയിൻകോട്ടൊക്കെ ഇട്ട് സെറ്റായി. ഇപ്പോൾ ഉള്ളതൊരു തേയിലത്തോട്ടത്തിലാണ് വീണാൻ. അപ്പം നല്ല രസമുണ്ട് കേട്ടോ. ഫുൾ രണ്ട് സൈഡിൽ എൻ്റെ ഏകദേശം എൻ്റെ പകുതി മുക്കാൽ വലിപ്പത്തിൽ തേയിലയാണ് ഫുൾ തോട്ടം. നോക്കി, ഫുൾ തേയിലത്തോട്ടമാണ്. ഞാൻ അതിൻ്റെ നടുക്കൂടെയാണ് നടക്കുന്നത്. ഭയങ്കര രസമുണ്ട്. ഇവിടെ ഒരുപാട് റൂട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങ് കിടക്കുകയാണ്. ഇഷ്ടംപോലെ നമുക്ക് ഇറങ്ങിയൊക്കെ പോകാൻ പറ്റും. ഇവിടെയൊക്കെ കൊടും കാടൊക്കെയാന്ന് തോന്നുന്നു. അപ്പോൾ സമയം ഏകദേശം 4:15 ഫുൾ മഞ്ഞാണ്. ചുറ്റുവട്ടത്ത് നോക്കി കോട കൊണ്ട് നിറഞ്ഞിരിക്കുവാണ്. അപ്പം നമുക്ക് ചെറിയൊരു ഓഫ് റോഡ് പോയിട്ട് വരാം. ഇവിടെ ഫുൾ ചതുപ്പാണ് കേട്ടോ. മറ്റേ പുല്ല് പോലൊക്കെ നമുക്ക് തോന്നുന്നു. എങ്കിൽ ആദ്യം കുറച്ച് ഭാഗമൊക്കെ പുല്ലുള്ളൂ, പിന്നെ അങ്ങോട്ട് ചതുപ്പാണ്. നമുക്ക് ഒരുപാട് ദൂരം പോകാൻ പറ്റത്തില്ല, ചതുപ്പിൽ താഴ്ന്നു പോകും. ഇവിടെ ഫുൾ കോടയൊക്കെ കീറിയിട്ടുണ്ട്. ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മളങ്ങനെ പ്രോപ്പർ വാഗമൺ എത്തിയിട്ടുണ്ട്. ഞാൻ റൂമൊക്കെ നോക്കിയിരുന്നു കേട്ടോ. നാളെ പക്ഷേ ഹോളിഡേ ആയതുകൊണ്ട് എല്ലാ റൂമിനും ഭയങ്കര റേറ്റും പിന്നെ നല്ല തിരക്കും മിക്കയിടത്തും ഫുള്ളൊക്കെയാണ്. അപ്പം നമ്മളങ്ങനെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് ആയതുകൊണ്ട് ഇവിടെ അടുത്തൊരു കടയിലെ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേന് നല്ലൊരു റൂം കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല റൂമാണ്. 1000 ഉള്ളൂ പേയ്മെൻറ്റ് വരുന്നത്. നമുക്കപ്പോൾ ആ റൂമൊക്കെ ഒന്ന് കാണാം. ഇതാണ് റൂം. ഒരു ബെഡ്, പിന്നെ നമുക്കൊരു ടേബിള്, 3 ചെയർ, അലമാര, TV, പിന്നെ നല്ല ബാത്റൂമും ഉണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒക്കെ ആയിട്ട് നോക്കുന്നവർക്ക് ഇവിടെ പക്ഷേ ഒരുപാട് ഹോം സ്റ്റേ ഉണ്ട് കേട്ടോ. നിങ്ങൾ വലിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പൊക്കെ നോക്കുന്ന സമയത്ത് ഈ റിസോർട്ടിലൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. ഹോം സ്റ്റേ ചോദിച്ചാൽ മതി. 800-1000 നമുക്ക് അത്യാവശ്യം നല്ല റൂം കിട്ടും 2 പേർക്ക് താമസിക്കാനായിട്ട്. അങ്ങനെ പിന്നെ വലിയ നല്ല വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ. വലിയ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ യാത്ര തുടരാൻ പോവാണ്. ബൈ. അപ്പം നമുക്കങ്ങനെ മൊട്ടക്കുന്നിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ റൂമിലൊക്കെ പോയി ഫ്രഷായി നമ്മുടെ റെയിൻകോട്ടൊക്കെ കൂടി കളഞ്ഞു. ഇവിടെ ആക്ച്വലി മഴയൊന്നുമില്ല കേട്ടോ. അപ്പം മഴയൊക്കെ നല്ല കുറവുള്ള സ്ഥലമാണ് ഇവിടെ. ഇപ്പം അങ്ങനെ വലിയ മഴയൊന്നുമില്ല. അപ്പം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മൊട്ടക്കുന്നാണ്. ഇവിടെ ആക്ച്വലി മെയിനായിട്ട് 3-4 സ്ഥലങ്ങളാണ് വരുന്നത് നമുക്ക് കാണാനൊക്കെ ആയിട്ട്. ഒന്ന് വരുന്നത് നമ്മുടെ തങ്ങൾപ്പാറ, പിന്നെ പൈൻ വാലി, അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളാണ്. അതുപോലെയുള്ളതാണ് നമ്മുടെ ഈ മൊട്ടക്കുന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ മൊട്ടക്കുന്നിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് 9 മണി തൊട്ട് 6 മണി വരെയാണ്. ടിക്കറ്റ് കൗണ്ടറുണ്ട്. 9 മണി തൊട്ട് 6 മണി വരെയാണ് നോർമൽ ടൈമിംഗ് വരുന്നത്. ഒരാൾക്ക് 25 രൂപയുള്ളൂ ടിക്കറ്റ് റേറ്റ് വരുന്നത്. ഓക്കെ, ഇതാണ് മൊട്ടക്കുന്നിന്റെ എൻട്രൻസ്. നാളെ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് മൊട്ടക്കുന്നുകൾ എന്ന് പറയുന്നത്. ഇത് വാഗമണിന്റെ വൺ ഓഫ് ദി ഫേമസ് ആയിട്ടുള്ള അട്രാക്ഷൻ ആണ്. അങ്ങനെ ഒരുപാട് കുന്നുകൾ ചുറ്റുപാടും ഉണ്ട്. ഇതിനിടയ്ക്കെല്ലാം താഴ്വാരം പോലെ കുറച്ച് കുളങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ നമുക്കൊരു മിന്നൽ രക്ഷാജലം കാണാൻ പറ്റും. ഒരുപാട് മിന്നലടിക്കാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട് ഇവിടെ, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇവിടെ കുറെ കുട്ടികൾ പട്ടമൊക്കെ പറത്തുന്നുണ്ട്. നല്ല കാറ്റായതുകൊണ്ട് പട്ടം പറത്താൻ ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. മൊത്തത്തിൽ നല്ലൊരു സീനറിയാണ്. അങ്ങ് ദൂരെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട്. നമുക്ക് പയ്യെ അങ്ങോട്ടൊക്കെ ഒന്ന് പോകണം എന്നൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പുറയിൽ ഫുൾ കോടയാണ് കേട്ടോ. നല്ല അടിപൊളി കാറ്റും നല്ല കോട. അത് മേഘത്തിനടുത്ത് കോടയുണ്ട് ഇഷ്ടം പോലെ. നല്ല രസമാണ് കാണാനായിട്ട്. നല്ല ഫ്രീ ആയിട്ടൊക്കെ ഇവിടെ എത്ര നേരം വേണേലും വന്നിരിക്കാൻ പറ്റും കേട്ടോ. കുറേ കുന്നുകളുണ്ട് ഇവിടെ. എല്ലാ കുന്നിലും നിറച്ച ആൾക്കാരും ഉണ്ട്. കുറേ പിള്ളേർ ഇവിടെ പട്ടമൊക്കെ പറത്തുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ആ മുകളിൽ കാണുന്ന പറവകളൊന്നുമല്ല, അത് ആക്ച്വലി പട്ടമാണ്.
പിന്നെ അവിടെ കുറച്ച് പശുക്കളൊക്കെ മേയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഉറപ്പില്ല, അവിടെ പശുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ല കാറ്റാണ്, ഭയങ്കര സമാധാനമാണ്. പിന്നെ നമുക്ക് അവിടെ കാണുന്നതാണ് തങ്ങൾപ്പാറ. കണ്ടോ, അതാണ് തങ്ങൾപ്പാറ വരുന്നത്. നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട് ഉടനെ തന്നെ. മൊട്ടക്കുത്തിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതിലൊന്നാണ് നമ്മുടെ സിപ്പ് ലൈൻ. എൻ്റെ പുറകെ കാണുന്നതാണ് സിപ്പ് ലൈൻ. അപ്പോൾ നമ്മളത് പോകാൻ പോവാണ്. ഒരാൾക്ക് 400 രൂപയാണ് പേയ്മെൻറ്റ് വരുന്നത്. നോക്കിയിട്ട് വരാം എങ്ങനെയുണ്ടെന്ന്. എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. ഇല്ല, ഈ റോപ്പിൽ പിടിക്കാൻ പാടില്ല. നിങ്ങൾക്ക് പേടിയാണെങ്കിൽ ലൈഫ് വിട്ടേക്കാം. അതെനിക്ക് ശരിക്കും കാണും. കാലൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി. ഓക്കെ, കാല് അടുപ്പിച്ച് പിടിക്കണോ? പുറകോട്ട് മടക്കി പിടിച്ചാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ ആണോ ചോദിച്ചാ എല്ലാം ടൈറ്റല്ലേ? താഴോട്ടിരുന്ന് കാല് വെക്ക്. ഹലോ ഗൈസ്, എൻ്റെ അമ്മ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര പേടിയുണ്ടായിരുന്നു, എനിക്ക് നിറയ്ക്കുമായിരുന്നു. പക്ഷെ ഭയങ്കര രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. പേടിച്ചിട്ടാണ് ഞാൻ ചെയ്തത് കേട്ടോ. ഞാൻ കുറേ വട്ടം മുന്നേ ചെയ്തു, ഒരു 3-4 വട്ടമൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇത് പക്ഷെ താഴെ കുളമാണ്. അതിന് മണ്ടേ കൂടി ഇങ്ങനെ പോകുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു പേടിയുണ്ടല്ലോ, അത് നല്ലപോലെ എനിക്കുണ്ടായിരുന്നു. എന്തായാലും സൂപ്പറായിരുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ ഇൻ വാഗമൺ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നാളെ നമ്മൾ വാഗമണിൽ തന്നെയുണ്ട്. അടിപൊളി ക്ലൈമറ്റൊക്കെയാണ്. പുറകെ കുട ഉണ്ടോ? അതാണ് ഞാൻ ഇവിടെ നിന്ന് തന്നെ എടുത്തത്. ഫുൾ കുടയാണ് പുറയിൽ. അപ്പം നമുക്ക് നാളെയും നെക്സ്റ്റ് വീഡിയോ വരുന്നുണ്ട്. നമ്മളപ്പോൾ ഇന്ന് പോയ സ്ഥലങ്ങളല്ലാതെ വേറെ കുറച്ച് സ്ഥലങ്ങളൂടെ നാളെ പോകുന്നുണ്ട്. നാളെ അപ്പം എല്ലാവർക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുക നാളത്തേന് വേണ്ടിയിട്ട്. ബൈ ബൈ, ടാറ്റാ, ലവ് യു ഓൾ, സ്റ്റേ ട്യൂൺഡ്.